ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സെലൻ ജോസ് ആണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂവിൽ ചോദിച്ചു വരുന്ന ട്രെൻഡ് അനുസരിച്ചുള്ള 10 ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ ഇന്റർവ്യൂ വീഡിയോസ് കിടപ്പുണ്ട്. ഡെമോ ക്ലാസ് അടക്കം ധാരാളം കിടപ്പുണ്ട്. അത് മാക്സിമം നിങ്ങൾ കാണുക, അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അതിനെ ബേസ് ചെയ്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ പ്രീവിയസ് വീഡിയോസ് എല്ലാവരും നിങ്ങൾ ഒന്നുകൂടെ കാണുക. ഇന്റർവ്യൂവിന് പോകുന്ന മുമ്പ് ഒന്നുകൂടെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ കാണുക. ഡെമോ ക്ലാസ്സുകളൊക്കെ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചോദിച്ചു വരുന്ന ഒരു 10 ടോപ്പിക്കുകൾ പരിചയപ്പെടുകയാണ്. ഈ ടോപ്പിക്കുകൾ പലതും ആ ടോപ്പിക്ക് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റർവ്യൂ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ റെഫർ ചെയ്യാവുന്നതാണ്. എന്നാലും ഇപ്പൊ ചോദിച്ചു വരുന്ന 10 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10 ചോദ്യ മേഖലകൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ ഒന്നാമത്തെ മേഖല നമുക്ക് നോക്കാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്, ഏറ്റവും കൂടുതൽ ഇപ്പം ചോദിച്ചു വന്നിട്ടുള്ളതും. അപ്പം UPSC ഇന്റർവ്യൂവിന്റെ ട്രെൻഡും കൂടിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് ആണ്. മലയാളം ആൽഫബറ്റ്സ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പൊ അതിലെല്ലാം തന്നെ നിങ്ങളുടെ വേർഷനാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആസ് എ ടീച്ചർ, നിങ്ങൾ അവിടെ പോയിരിക്കുന്നത് ഒരു കാൻഡിഡേറ്റ് ആണ്, അത് ഉദ്യോഗാർത്ഥിയായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ആ ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായമാണ് നിങ്ങൾ അവിടെ പറയേണ്ടത്. അതല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞൊരു അഭിപ്രായത്തെ കോട്ട് ചെയ്യുകയല്ല വേണ്ടത്. അപ്പം പുസ്തകത്തിൽ അക്ഷരങ്ങൾ പരിചയപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം സാധാരണ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദ്യം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അത് ക്രോഡീകരിച്ച് വയ്ക്കുക. ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് പലപ്പോഴും ചോദിച്ചു വരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും ഇന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കായിക പരിശീലനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക്. അപ്പൊ നമുക്കറിയാവുന്നതാണ്, ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ന്യൂസസ്, സോഷ്യൽ ആന്റി സോഷ്യൽ എലമെന്റ്സിനെ കുറിച്ചുള്ള ന്യൂസസ് ഒരുപാട് കേട്ടതാണ്. അപ്പൊ അവിടെയെല്ലാം നമ്മുടെ കുട്ടികളുടെ എനർജി എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ആ ചെയ്യരുത് എന്ന് പറയുന്ന സ്പേസിൽ അവർക്ക് കുറെ എനർജി ഉണ്ട്. ആ എനർജി എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ നമ്മൾ ചാനലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ കായിക വിദ്യാഭ്യാസത്തിന്, പുതിയ വിദ്യാഭ്യാസത്തിലുള്ള പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കായിക വിദ്യാഭ്യാസത്തിലാണ് ഈ കുട്ടികളുടെ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, ചാനലൈസ് ചെയ്തവരെ നല്ല കുട്ടികളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കായിക വിദ്യാഭ്യാസം. അപ്പം ഇതുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിലും നിങ്ങളുടെ അഭിപ്രായമാണ്. ഞാൻ ഈ പറഞ്ഞത് ഒരു ജനറൽ ഒപ്പീനിയൻ ആയിട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അപ്പൊ അതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേർഷൻ ചേർത്തിട്ടാണ് തന്നെ പറയേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കായിക വിദ്യാഭ്യാസം പ്രധാനമായിട്ടും കുട്ടികളുടെ എനർജി നമുക്ക് ആ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, ഒരു സൗണ്ട് ബോഡി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സൗണ്ട് ബോഡിക്കകത്ത് മാത്രമേ നല്ലൊരു പവർഫുൾ മൈൻഡ് ഉണ്ടാവുള്ളൂ, നല്ല മൈൻഡ് ഉണ്ടാവുള്ളൂ എന്നുള്ളതെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഫ്രെയിം ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ധാരാളം ഇന്റർവ്യൂവിൽ ഇപ്പോൾ ചോദിച്ചു പോയ ഒരു ചോദ്യമാണ് അടുത്ത് നമ്മൾ പറയുന്നത്, ഗുഡ് ടച്ച് ബാഡ് ടച്ച്. നമ്മളെ പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ തന്നെ നമ്മളെ ഈ നേരത്തെ പറഞ്ഞ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ വേറൊരു വശമാണ് ഈ പറഞ്ഞ ചൈൽഡ് അബ്യൂസ്. അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ അനുഭവിക്കുന്നതാണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈൽഡ് അബ്യൂസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ചൈൽഡ് അബ്യൂസ് തടയാൻ വേണ്ടിയുള്ള എന്ത് ചെയ്യാം, മുന്നൊരുക്കം ചെയ്യാം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മാതൃകകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെയായിരിക്കും ഗുഡ് ടച്ചും ബാഡ് ടച്ചും നിങ്ങളുടെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൺവേ ചെയ്ത് കൊടുക്കുന്ന എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യകർത്താക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് അല്ലെ, ചോദ്യമാണ് നമ്മുടെ വാട്ട് യു മീൻ ബൈ എ ഗുഡ് ടീച്ചർ. ഒരു ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ വീഡിയോ വളരെ എന്താ പറയുക, കാര്യമായി ഒരു ഗുഡ് ടീച്ചറിന് വേണ്ട ക്വാളിറ്റീസ് നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്ത വീഡിയോസ് കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണുക. അപ്പം ഗുഡ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ വേർഷനാണ് അവതരിപ്പിക്കേണ്ടത്. അതിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണുക, എന്നിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആകുക. അപ്പം ഒരു ഗുഡ് ടീച്ചർ ആവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം നിങ്ങൾ പഠിക്കുക, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഓക്കെ, അത് നോക്കുക കേട്ടോ. ഇനി എന്താണ് ബേസിക് ആയിട്ടുള്ള സയന്റിഫിക് നോളജ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ നിങ്ങളുടെ പാഠം, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ബേസിക് നോളജ് ആണ്. നമ്മൾ ഈ
കരിക്കുലം നമ്മൾ പല പ്രാവശ്യം പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് കിട്ടുക. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന മേഖലയായിരിക്കും. കാരണം സയൻസും സോഷ്യൽ സയൻസും ഒക്കെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി വെരി ഈസി. പക്ഷേ നിങ്ങളത് ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആയി വേണം പോകാൻ. ഒരു സയൻറ്റിഫിക് ടെമ്പറും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പക്വമാക്കിയിട്ട് വേണം പോയി അത് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മെച്ചപ്പെടുത്താന്നുള്ളതാണ്. ഇപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, അതിന് വേണ്ട എല്ലാ ഇമ്പോർട്ടൻസും കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി ഇംഗ്ലീഷ്. കാരണം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. നമ്മുടെ കുട്ടികളുടെ ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഭാവിയിൽ എവിടെ നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒതുങ്ങിക്കൂടേണ്ടവരല്ല, ഇതിന് പുറത്തേക്ക് പോകേണ്ടവരാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം വേറെ വേറെ എന്താ പറയുക ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തപ്പെടേണ്ടവരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തെ നിങ്ങൾ കരുതിയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. അത് എങ്ങനെയൊക്കെയാണ്, അതായത് നമ്മുടെ ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടേണ്ട നാളത്തെ തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് വേണം, ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന രീതിയിൽ ഇംഗ്ലീഷ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ക്ലാസ്സിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് നടപ്പിലാക്കും. ഇപ്പം നമുക്കറിയാമെന്നുള്ള ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടി ഒരുപാട് എന്താ പറയുക പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് റൂമിൽ നമുക്ക് കൊച്ചു കുട്ടികളാണ്, ഇപ്പോൾ LP UP കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നമുക്ക് ക്ലാസ്സിലെ മോണിറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നമ്മൾ സ്മാർട്ട് ക്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വീഡിയോസും ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യ മേഖലയാണ് ദിനാചരണങ്ങൾ. നമ്മൾ വീഡിയോ ഉണ്ട് ദിനാചരണങ്ങളെ കുറിച്ചൊക്കെ, വളരെ ഇമ്പോർട്ടൻസ് ഓഫ് ദിനാചരണങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മൾ ഓരോ ഡേയ്സും ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒബ്സർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ പോയി കാണുക. ഉറപ്പായിട്ടും അത് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആകാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്, ഇപ്പോൾ സ്കൂളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ച് വളരെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഇത് ഈ ദിനാചരണങ്ങളും പ്രോജക്റ്റും നമ്മൾ മാറി മാറി ഒരുപാട് ഇൻ്റർവ്യൂസിന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുങ്ങി വേണം ഇവിടെ പോകാൻ. ഇതിൻ്റെ ഈ മേഖല കൂടി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വരിക. ഓക്കെ. അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഇനി ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികൾ പല നിലവാരത്തിലുള്ളവരാണ്. അപ്പോൾ പല നിലവാരത്തിലുള്ള കുട്ടികളെ നമുക്ക് ഒരേ കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരേ ആശയം അവരുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ കൊടുക്കും. പല നിലവാരത്തിലുള്ള കുട്ടികൾക്ക് ഒരേ ആശയം കിട്ടുന്നത്, കുട്ടികൾ അത് അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരത് നേടിയെടുക്കുന്ന ആശയം അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് പല ഡിഫറെൻറ്റ് വേസിലാണ്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമെന്നൊരു ചോദ്യം ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് നിങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ടെക്നോളജിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസിൻ്റെ സപ്പോർട്ട് പരമാവധി കൊടുക്കുക എന്നുള്ളതാണ്. വീഡിയോ ലെസൺസ് എല്ലാത്തിനും അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ സോഴ്സസ് അവൈലബിൾ ആണ്. ഏതൊരു ടോപ്പിക് എടുത്താലും ഡിഫറെൻറ്റ് സോഴ്സസ് അവൈലബിൾ ആണ്. യൂട്യൂബ് കണ്ടന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ക്രൗഡീകരിച്ചിട്ട് ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കുട്ടിക്ക് മുന്നിൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പഠിക്കാൻ കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും, അവർക്ക് ഈ പല നിലവാരത്തിലുള്ള കുട്ടികൾക്കും അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൻസേഴ്സ് നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആയി. അപ്പോൾ ഏറ്റവും കൂടുതൽ 10ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ട ഒരു സാധനമാണ് നിങ്ങളുടെ ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ബയോഡേറ്റ, അതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആ ബയോഡേറ്റയിൽ പറയുന്ന ഓരോ കാര്യങ്ങളെയും എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും, ആ രീതിയിലെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബയോഡേറ്റ ബേസ്ഡ്, അപ്പോൾ അതിനകത്ത് ഹോബി വരും, ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലപ്പേര് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നു, സ്ഥലം പറയുന്നു, സ്ഥലത്തിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് തുടങ്ങുക. ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കാം, ചില നിങ്ങളുടെ മേൽവിലാസത്തിൽ നിന്ന് എന്താണ് പിൻകോഡ് ആയിരിക്കാം. ഇങ്ങനെ ഏത് സാധനം വേണോ എന്ത് ചെയ്യാം, എടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ, ഹോബി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ചെന്ന് നോക്കുക. ഹോബി കൃത്യമായിട്ടും അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹോബി കുറേ മോഡൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോകുക. കാരണം നിങ്ങളുടെ ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ അവർക്ക് ഏറ്റവും എളുപ്പം പറ്റുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബയോഡേറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രിപ്പയർ ആയി വേണം പോകാൻ.
അപ്പം ഈ കാര്യങ്ങൾ, ഈ ഒരു 10 മേഖലകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഇത് നിങ്ങൾ എന്താ പറയുക, ഞാനിത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്താണ് ആ ഫീൽഡ് അല്ലെങ്കിൽ ആ മേഖലകൾ മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ എക്സാമ്പിൾസ് തരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ചെന്നിട്ട് ഇന്റർവ്യൂവിന് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാരും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, പുതിയ ആൾക്കാർക്ക് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാകുക. എല്ലാവർക്കും എന്താണ് ഭംഗിയായ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. നല്ലൊരു എന്താ പറയുക കരിയർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.